മന്ത്രി ജനീഷിന് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം. യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കെ വയനാട് ഫണ്ടിൽ നിന്നും 18 ലക്ഷത്തോളം രൂപ ജനീഷ് മുക്കിയതിന്റെ പേരിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനമുയരുന്നത്. അഡ്വക്കേറ്റ് രാജേഷ് കുമാറിന്റെ പേരിലുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇങ്ങനെ: യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതിന് മുൻപ് ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ DCC പ്രസിഡന്റ് ആയിരുന്നു. ജനീഷിന്റെ പേര് ഞാൻ ആദ്യമായി കേൾക്കുന്നത് വലിയൊരു തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ്. ചൂരൽമലയിലെ ദുരിതബാധിതരെ സഹായിക്കാൻ എന്നും പറഞ്ഞ് സമ്മാന കൂപ്പൺ അടിച്ച് തൃശൂർ DCC ജനീഷിന്റെ നേതൃത്വത്തിൽ വലിയ തുക പിരിച്ചിരുന്നു. പിരിച്ച തുകയിൽ നിന്ന് 18 ലക്ഷത്തോളം രൂപ ജനീഷിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് DCC മെമ്പർ ജലീൽ ജോസ് മേൽക്കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു. യൂത്ത് കോൺഗ്രസുകാർക്കിടയിൽ വയനാടിന്റെ പേരിൽ പിരിച്ച പണം പിന്നീട് അറിയപ്പെട്ടത് പ്രവർത്തകർക്കുള്ള നിയമസഹായത്തിന് വേണ്ടി പിരിച്ച പണം എന്നാണ്. ആ പണം പക്ഷേ വയനാട്ടിലേക്കും എത്തിയില്ല, പ്രവർത്തകരെ സഹായിക്കാനും എത്തിയില്ല. പണത്തിന്റെ കണക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പലതവണ ആവശ്യപ്പെട്ടിട്ടും ജനീഷും മറ്റു ശവന്തൂക്കുകാരും വെളിപ്പെടുത്താൻ തയ്യാറായില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിക്കുമ്പോൾ 4ാം സ്ഥാനത്തുണ്ടായിരുന്ന ജനീഷ് നേടിയത് വെറും 19,000 വോട്ടാണ്. അന്ന് അബിൻ വർഗിക്ക് 1,70,000 വോട്ടുണ്ടെന്ന് ഓർക്കണം. സ്ത്രീകൾക്ക് നേരെ നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ട് മാങ്കൂട്ടം പുറത്താവുമ്പോൾ പ്രവർത്തകർക്കിടയിൽ അബിൻ വർഗിയുടെ 8-1 ഭൂരിപക്ഷം മാത്രമുള്ള ആകെ 19,000 പേരുടെ പിന്തുണ മാത്രമുള്ള ജനീഷിനെയാണ് തെരഞ്ഞെടുത്തത്. ആ ശവന്തൂക്കി നേതാവാണ് ഇന്നലെ വയനാട് ടൗൺഷിപ്പിലെ നൌഫലിന്റെ വീട്ടിൽ വന്ന് വിള്ളൽ ഇൻസ്പെക്ഷൻ നടത്തിയത്. അവന്റെ ആകെയുള്ള അഡ്രസ് ശവന്തൂക്കാണ്, പോസ്റ്റിൽ പറയുന്നു.